ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിൽ കോഴിക്കോട് സ്വദേശി സവാദ് അറസ്റ്റിലാകുമ്പോൾ ചർച്ചയാകുന്നത് സവാദിന്റെ പഴയ സംഭവങ്ങൾ തന്നെ. കഴിഞ്ഞ ആഴ്ച മലപ്പുറത്തേക്കുള്ള KSRTC ബസ്സിൽ വെച്ച് സവാദ് ലൈംഗികാതിക്രമം നടത്തിയെന്ന് കാണിച്ച് യുവതി നൽകിയ പരാതിയിലാണ് അറസ്റ്റിന് കാരണം. ഇയാൾ KSRTC ബസ്സിൽ കയറിയാൽ സൈക്കോയാകുമോ എന്ന ചർച്ചയാണ് പുതിയ കേസ് ഉയർത്തുന്നത്. KSRTC ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം കാട്ടിയതിന് സവാദ് മുൻപും അറസ്റ്റിലായിട്ടുണ്ട്. 2023 നെടുമ്പാശ്ശേരിയിൽ വെച്ചായിരുന്നു സംഭവം. അന്ന് സവാദിനെതിരെ നടിയും മോഡലുമായ യുവതിയാണ് രംഗത്തെത്തിയിരുന്നത്. പിന്നീട് ഇയാൾ ജാമ്യത്തിൽ പുറത്തിറങ്ങി. ജയിലിൽ നിന്നിറങ്ങിയ വേളയിൽ ഓൾ കേരള മെൻസ് അസോസിയേഷൻ സവാദിന് മാലയിട്ട് സ്വീകരിച്ചിരുന്നു. മാത്രമല്ല, നടിയെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ സൈബർ ആക്രമണത്തിന് വിധേയമാക്കി. വ്യാജ പരാതിയാണ് അതെന്നായിരുന്നു ഓൾ കേരള മെൻസ് അസോസിയേഷൻ പറഞ്ഞിരുന്നത്. ഹണി ട്രാപ്പായിരുന്നു നടിയുടെ ഉദ്ദേശമെന്നും ചിലർ ആരോപിച്ചിരുന്നു. എന്നാൽ ഇന്നലെ സമാനമായ കേസിൽ സവാദ് അറസ്റ്റിലായതിന് പിന്നാലെ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചിരിക്കുകയാണ് പഴയ പരാതിക്കാരിയായ നടി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇതിന്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഒടുവിൽ നീതി, അതും 2 വർഷത്തെ ഇരയാക്കപ്പെടലിന് വ്യക്തിഹത്യക്കും ശേഷം എന്ന കുറിപ്പോടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയും ആ നടി പങ്കുവച്ചിട്ടുണ്ട്. ഈ മാസം 14 മലപ്പുറത്തേക്കുള്ള KSRTC ബസ്സിൽ വെച്ചായിരുന്നു കേസിനാസ്പദമായ സംഭവം. ബസ്സിൽ വെച്ച് സവാദ് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. യുവതി പരാതി പറഞ്ഞതോടെ തൃശൂർ പേരാമംഗലത്ത് വെച്ച് സവാദ് ബസ്സിൽ നിന്നിറങ്ങി രക്ഷപ്പെടുകയായിരുന്നു. സംഭവം നടന്ന ദിവസം തന്നെ യുവതി തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതിയിലാണ് കേസെടുത്ത് സവാദിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഒളിവിൽ പോയ സവാദിനെ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. ഇയാൾ നഗ്നതാ പ്രദർശനം നടത്തിയെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഇതിനു മുൻപ് 2023 നെടുമ്പാശ്ശേരിയിൽ ബസ്സിൽ വെച്ചായിരുന്നു യാത്രക്കാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയത്. KSRTC ബസ്സിൽ തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുകയായിരുന്ന യുവതിക്ക് നേരെ ഇയാൾ നഗ്നതാ പ്രദർശനം നടത്തുകയായിരുന്നു. ഇതോടെ യുവതി ബഹളം വെച്ച് കണ്ടക്ടറെ അറിയിച്ചു. തുടർന്ന് ബസ് നിർത്തിയപ്പോൾ സവാദ് ബസ്സിൽ നിന്ന് ഇറങ്ങിയോടുകയായിരുന്നു. പിന്നാലെ കണ്ടക്ടറുടെ സഹായത്തോടെയാണ് സവാദിനെ പിടികൂടുന്നത്. പിന്നീട് പുറത്തിറങ്ങിയ സവാദിനെയാണ് പുരുഷ സംഘം എന്ന പേരിൽ മാലയിട്ട് സ്വീകരിച്ചതും ആഘോഷമാക്കിയതും. സവാദിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട മറ്റാളുകളുടെ പ്രതികരണവും തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പഴയ പരാതിക്കാരി പങ്കുവച്ചു. അന്ന് സവാദിനെ പിന്തുണച്ച മെൻസ് അസോസിയേഷൻ സംഘടനയെയും നടി പരിഹസിക്കുന്നുണ്ട്. കുരങ്ങനെ പൂമാല റെഡിയാക്കി വെക്കൂ എന്നൊരാളുടെ കമന്റിന് മാല താൻ തന്നെ മേടിക്കാം എന്നായിരുന്നു നടിയുടെ മറുപടി. സവാദിന്റെ അറസ്റ്റ് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്ന മസ്താനി എന്ന അടിക്കുറിപ്പോടെ രസകരമായ വീഡിയോയും സ്റ്റോറിയിൽ കാണാം. 2023 KSRTC ബസ്സിൽ അങ്കമാലിയിൽ നിന്ന് ബസ്സിൽ കയറിയ പ്രതി 2 യുവതികളുടെ നടുവിലായി ഇരിക്കുകയും പിന്നീട് ലൈംഗിക ചേഷ്ടകൾ കാണിച്ചെന്നായിരുന്നു ആരോപണം. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.